ജി സുധാകരനെ കുറിച്ചാണ് കുറേ കാലം കലഹിച്ചും തർക്കിച്ചും കെറുവിച്ചു നിന്നും ഒടുക്കം ആ കടുത്ത തീരുമാനം ഇന്ന് ജി സുധാകരൻ എടുത്തു. അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ പുന്നപ്ര വയലാറും വലിയ ചുടുകാടും ഒക്കെ അടങ്ങുന്ന ആ മണ്ണിൽ ജി സുധാകരൻ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ പോകുന്നു എന്നത് ഇടത് കേന്ദ്രങ്ങളിൽ CPM കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമല്ല. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ജി സുധാകരൻ എത്രത്തോളം കരുത്തനായിരിക്കും, ഇനിയിപ്പോൾ മത്സരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. സാർ എന്താണ് തോന്നുന്നത്? അദ്ദേഹം ശരി 2006 മുതൽ 2016 വരെ അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ആണ്, പലവട്ടം മന്ത്രിയായി. പാർട്ടിയാണ് അദ്ദേഹത്തെ MLA ആക്കിയത്, മന്ത്രിയാക്കിയത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയായിട്ട് വലിയ സൗഹൃദ ബന്ധവും വലിയ വ്യക്തിബന്ധവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പാർട്ടിക്ക് പുറത്ത് നിന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും സുധാകരൻ? അല്ല, അദ്ദേഹം പാർട്ടിക്ക് പുറത്തായോ? എൻ്റെ സംശയം അദ്ദേഹം പറഞ്ഞില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല. അതാണ് ആ പോയിന്റിലാണ് ഞാൻ അത് ചോദിച്ചത്. അദ്ദേഹവും പറഞ്ഞിട്ടില്ല, പാർട്ടിയും പറഞ്ഞില്ല. സാധാരണ നിലയിൽ ഇത്രയും കടന്ന പരാമർശങ്ങൾ നടത്തുന്ന ഒരു സഖാവിനെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്ന് പറയുന്നു. ഇപ്പോൾ പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവ് ആണ് എന്നുള്ളതും പറയുന്നു. അതിൻ്റെ വ്യക്തമായ ചിത്രം നമ്മുടെ മുമ്പിലില്ല ഇപ്പോൾ. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്നും പറയുന്നു. ശരി, ഒന്നുമില്ല. അദ്ദേഹം പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ഇനി മേൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് CPM പറഞ്ഞിട്ടില്ല എപ്പോഴും, അല്ലേ? ഇത്രയും പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം അതിൻ്റെ അർത്ഥം എന്താ? അതിന് എനിക്ക് തോന്നുന്ന അർത്ഥം ഞാൻ പറയാം. അത് സുധാകരൻ തന്നെ സ്വന്തം നിലക്കെടുത്തിട്ടുള്ള ഈ നിലപാട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടായിട്ട്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തതയുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനം സൈഫു ഓർക്കണം, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ്. പക്ഷേ ഉണ്ടായില്ല. അദ്ദേഹം വളരെ സമയമെടുത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം യാതൊരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല, ഈ പാർട്ടി അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ഇപ്പോഴും താൻ ഉൾപ്പെടെയുള്ളവർ കെട്ടിപ്പടുത്തതാണ് ഈ പാർട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ടിക്കെതിരായിട്ടൊന്നും ചെയ്യില്ല, ഗവൺമെൻറ്റിനെതിരായി ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും തുടർന്ന് അവിടെ ചില നേതാക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും അനിയൻ രക്തസാക്ഷിയായ അനിയൻ്റെ കാര്യത്തിൽ അത് ഓർത്തെടുക്കുക, ആ സമയത്തൊന്നും പാർട്ടിയുടെ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതിരുന്നതിനെക്കുറിച്ച് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഡെസ്കിലിരുന്ന് കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുകയാണെന്നാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്നത്. സത്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നതിന് പിന്നിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ ആളാണ്, മനസ്സിലായില്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടിയുടെ ആളാണ്, എനിക്കിപ്പോഴും ആ പാരമ്പര്യമുണ്ട്. മറുവശത്ത് നിൽക്കുന്ന പാർട്ടിക്കാണ് തെറ്റുകൾ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിനാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് തിരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക നിലപാടുകൾ നമുക്ക് വളരെ ആദരവോടെ തന്നെ നമ്മൾ കാണുകയാണ്. അദ്ദേഹം ഒരു CPMൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിട്ട് SFIയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു, അല്ലേ? അപ്പോൾ ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർണായകമായ സംഭാവനകളുടെ അതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, പാർട്ടി വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയെ പാർട്ടി ഒരിക്കലും അംഗീകരിക്കില്ല. പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി അണികളൊട്ടും അംഗീകരിക്കുന്നില്ല. ഇന്ന് H സലാം പറഞ്ഞു 15 വോട്ട് കിട്ടില്ല എന്ന്, അമ്പലപ്പുഴ ഏരിയയിൽ 15 വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ 15 എന്നുള്ളത് പോട്ടെ, ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ പാർട്ടിയുടെ ബന്ധുക്കളിൽ നിന്നാണ് ഈ പറയുന്നത്, അല്ലെ പാർട്ടി അനുഭാവികളിൽ നിന്ന്, പാർട്ടി അണികളുടെ വോട്ടുകളിൽ നിന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ബൾക്കായിട്ടുള്ള ഒരു വോട്ട് സുധാകരനിലേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഇതാണ് പ്രശ്നം. അദ്ദേഹം ശരി, ഞാൻ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ വിച്ഛേദിക്കുന്നു, ഈ പാർട്ടിയുടെ ആദർശങ്ങളിൽ അല്ലെങ്കിൽ അതിലൊക്കെ വന്നിട്ടുള്ള ഈ അപജയം അതെനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല, ഞാൻ നിർണായകമായ നിലപാടെടുക്കുന്നു, ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിൽ ക്ലാരിറ്റി ഉണ്ട്.
ആ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹത്തിന് എന്ത് നിലപാടെടുത്താലും ആളുകൾക്ക് മുമ്പിൽ ചെന്ന് ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് രംഗത്തിറങ്ങുന്ന അദ്ദേഹം എന്തിൻ്റെ പേരിലാണ് CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറയുക? എന്തിൻ്റെ പേരില്ല? ഈ സർക്കാരിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല, പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല, താൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ ചെന്ന് CPM-ന്റെ ഒരു LDF-ന്റെ ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരിക്കുക, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എന്തർത്ഥത്തിലാണ് അദ്ദേഹം പറയേണ്ടത്? വ്യക്തിപരമായ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യണം എന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയാണോ വേണ്ടത്? അതൊന്നും അല്ലല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നിർണായകമായ ഘടകം. ശരി, ഇനിയിപ്പോൾ UDF സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചോളൂ. UDF സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും UDF-ന് പറയേണ്ടി വരുന്ന രാഷ്ട്രീയം അദ്ദേഹം പറയുമോ? അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു വ്യക്തതക്കുറവ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന പൊസിഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ നിരുപാധികമായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രചാരണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രം കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് UDF പുറകെ നിൽക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ രാഷ്ട്രീയം പറയാതെ അമ്പലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഒരു വോട്ട് പിടുത്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് വലിയ കാര്യമായൊരു പിന്നെ ഇമ്പാക്റ്റ് അതിനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മൾ ഇതെല്ലാം പറയുവാണെങ്കിലും ഇപ്പോൾ നല്ല മന്ത്രിയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നു. അത് കാണണമല്ലോ. 2016-21 പീരീഡിൽ പിണറായി വിജയനെതിരായിട്ട് വന്നിട്ടുള്ള അതിനു മുമ്പുള്ള പീരീഡിൽ പ്രത്യേകിച്ച് VS പിണറായി ഫൈറ്റ് നടക്കുന്ന സമയത്ത് പിണറായി വിജയനെ സർവ്വനിലയ്ക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. വളരെ വില കൊടുത്തു അദ്ദേഹത്തെ പിണറായി ഈ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ സ്വത്താണ്, അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നില്ലാത്ത എന്തോ ഒരു അപജയം ഇന്നിപ്പോൾ പിണറായി വിജയന് സംഭവിച്ചു എന്ന് പറയാൻ കഴിയുമോ? അത് ഒരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിറ്റി വേണ്ടത്ര ഇല്ലാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താവുമ്പോൾ അത് പോരാ. അതാണ് ഞാൻ പറയുന്നത്. വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹത്തിന് ഞാൻ തൽക്കാലം എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് യോജിപ്പൊക്കെയാണ്, പക്ഷേ ഈ പ്രസ്ഥാനത്തോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഒരു ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിനൊപ്പം നിന്നുകൊണ്ട് ഞാൻ വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അത് അദ്ദേഹം പറയുന്നില്ല. അതാണ് പ്രശ്നം. ചേട്ടാ, സീറ്റില്ലാത്തത് തന്നെയാണോ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം? അതോ പിണറായി വിജയൻ പോലും ഇടപെട്ടിട്ടും തീരാത്ത തരത്തിലുള്ള വ്യക്തിപരമായ ഗൗരവതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇദ്ദേഹത്തിന്? അതിപ്പോൾ LPGയുടെ കാര്യത്തിൽ ഒരു പിടിയില്ല എന്ന് പറയുന്ന പോലെ ഈ സുധാകരൻ്റെ കാര്യത്തിൽ നമുക്കൊരു പിടിയില്ല എന്നുള്ളതാണ് പറയേണ്ടത്. 2 Gകളുടെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനാണ്. ഇന്ന് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത് ഞാനാണ് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ ശ്രമിക്കുകയും ഞാൻ പാർട്ടിയെ വിട്ടുപോയിട്ടില്ല, പാർട്ടിയെ ഞാൻ തള്ളി പറയില്ല, ഇതൊക്കെ പറയുന്നത് സുധാകരൻ ആ CPM-ൻ്റെ ആ ഒരു സാധനം ഞാനാണ് പാർട്ടി എന്ന് ഓൺ ചെയ്യാനാണ് സുധാകരൻ ശ്രമിച്ചത് മുഴുവൻ. ഇതിന് അവസാനം പറഞ്ഞു ഞാൻ ആരുടെയും പിന്തുണ സ്വീകരിക്കുമ്പോൾ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും. ഇതൊക്കെ ഞാൻ കോൺഗ്രസിനെ കൂടെ ചേരുന്നില്ലെന്ന്, ഇതൊക്കെ വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതല്ലെന്നും അദ്ദേഹം മത്സരിക്കുമെന്നും UDF സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നും UDF-ന് പിന്തുണ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം വേറൊരു സ്വപ്ന ലോകം ബിൽഡ് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. എനിക്ക് തോന്നുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പലരും പോസ്റ്ററൊക്കെ കിട്ടുന്ന പോലെ സ്വന്തം സഹോദരൻ്റെ ഭുവനേശ്വരൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ കൃത്യമായി കേട്ടില്ല, പക്ഷേ പറഞ്ഞെന്ന് കേൾക്കുന്നത് ഏതോ ഗുണ്ടകൾ ചെയ്ത പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഏതോ ഒരു പോസ്റ്റ് കണ്ടു, ഗുണ്ടകളാണ്, അതല്ല KSU ആണെന്ന് ആരോ തിരിച്ച് പോസ്റ്റ് ഇടുന്നത് കണ്ടു. എനിവേ, സുധാകരൻ ഞാനാണ് കമ്മ്യൂണിസ്റ്റ്, ഞാനാണ് പാർട്ടി, ഞാൻ ഈ പാർട്ടിയെ വിട്ടുപോവുകയല്ല എന്ന് പറയുകയും പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ ശരിയല്ല, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നത് പറയാനാണ് ശ്രമിച്ചത്. ഫലത്തിലെന്താ? സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി UDF-ൻ്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. ഇതാണ് ഇതിനകത്തെ ശരി തെറ്റുകളുണ്ടോ? സുധാകരന് സ്ഥാനമോഹം ഉണ്ടായിരുന്നോ, ഇച്ഛാഭംഗം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അത് കുറച്ചുകൂടെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. നിങ്ങളൊരു സ്ഥാനമോഹിയാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ആ വിഷയം. 75 വയസ്സിൽ പാർട്ടി എല്ലാവർക്കും റിട്ടയർമെൻറ്റ് അനുവദിക്കുന്നു എന്ന് CPM-ൻ്റെ ഒരു പൊതു ലൈനായിട്ട് പറയുന്നുണ്ട്. ഈ 75 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം? ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ നാട്ടിൽ വളരെ സജീവമായി ഇടപെട്ട ഒരാൾ 75 വയസ്സാകുമ്പോൾ നേരെ വീട്ടിൽ പോയി ഇരിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ പണി നിങ്ങൾ അത്രേ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അത് സുധാകരനെ പോലെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ തോമസ് ഐസക് ആയാലും സുധാകരനായാലും
പാലക്കാട് നിന്നുള്ള AK ബാലനായാലും ഇവരാരും തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ വെട്ടിനിരത്തപ്പെടും എന്ന് പ്രതീക്ഷിച്ചതല്ല. വളരെ പെട്ടെന്ന് സ്റ്റാൾ വാർഡ്സ് ആയിട്ടുള്ള ആ മന്ത്രിസഭയിലെ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളായിരുന്ന 3 പേരാണ്. 3 പേർ. ഒരാൾ ധനമന്ത്രി, ഒരാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ബാലന് നിയമവും മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഹെൻച്ച്മാനായിട്ടാണ് AK ബാലൻ അറിയുന്നത്. അവരെല്ലാവരും ഔട്ടാവുകയാണ്. പിന്നെ ഇവരെന്ത് ചെയ്യും എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സുധാകരന് MLA സ്ഥാനം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. സുധാകരനെ പോലെ സുധാകരനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആളെ ഇനി തൻ്റെ പണിയൊന്നും വേണ്ട, താൻ പോയി വീട്ടിൽ പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അപമാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്ന ഒരാളാണ്, ഞാൻ യൂണിറ്റ് കമ്മിറ്റിയിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ പോയിരിക്കുമ്പോൾ എന്താ എന്ന് ചോദിച്ചത് പോലുമില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ ഒരാളെ അധികാര സ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും അയാളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അത് ഈ പല കാലത്ത് ഈ പാർട്ടി പല ആളുകളോട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വമുള്ള പാർട്ടികളായാലും അല്ലാത്ത പാർട്ടികളായാലും ഔട്ടായ പിന്നെ ഇല്ല. ഇപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റി മുരളീധരൻ വരുമ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള വായുവിലേക്ക് അപ്രത്യക്ഷമായി പോവുകയാണ്. ഒരു മനുഷ്യനായാലും ചോദിക്കുന്നത്, ഒരാളും അയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതുപോലെയാണ് സീതാറാം കേസരി AICCയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് സോണിയാഗാന്ധിയെ കൊണ്ടുവരുമ്പോൾ സീതാറാം കേസരി പിന്നെ പറഞ്ഞാൽ എന്നെ ഒരു മുറിക്കകത്തവന്മാർ പൂട്ടിയിട്ടു ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാമെന്നാണ്. ഇങ്ങനെയാണ് നേതൃത്വം മാറുമ്പോൾ ആ മാറിയ നേതൃത്വത്തോട് കാണിക്കുന്ന ഒരു രീതി. ഇതാണ് സുധാകരനെ വല്ലാതെ ഹേർട്ട് ചെയ്തത്. ഉറപ്പായിട്ടും ഇത്തവണ സുധാകരന് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രിയാണെന്ന് ഈ സർക്കാർ വീണ്ടും വരണം ഇതെല്ലാം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് മന്ത്രിസ്ഥാനം ഇല്ലെന്ന് പറയുകയും MLA ആയി മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വല്ലാത്ത ചിരി ചിരിക്കുകയും ചെയ്തതോടുകൂടി ഷേക്സ്പിയറുടെ ഭാഷ പോലെ ദ മോസ്റ്റ് അൺക്രൂവലസ്റ്റ് കട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഒരു കാരണവശാലും സുധാകരനെ പോലൊരു നേതാവ് അർഹിക്കുന്നില്ല. സുധാകരൻ ഇപ്പോൾ ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയാണ്. ഒരു മനുഷ്യനോട്, പ്രത്യേകിച്ച് സുധാകരനെ പോലൊരു നേതാവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് വിഷയം. ഇപ്പോൾ VSനെ ഒതുക്കുമ്പോഴും അന്ന് ഭയങ്കര രസകരമായ സംഭവം ഉണ്ടായിരുന്നു. VS ഏതോ ഒരു കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. ഇപ്പോൾ CPMൻ്റെ സംഘടനാതത്വം അനുസരിച്ച് വോട്ടിംഗ് റൈറ്റ് വേണം എവിടെയെങ്കിലും ഒരിടത്ത്. അയാളുടെ ഘടകം ഏതാ? VSന് ഘടകം ഉണ്ടായിരുന്നില്ല. വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു ഘടകം ഉണ്ടായിരുന്നില്ല VSന് എത്രയോ കാലം. അപ്പോൾ ഇതാണ് പ്രശ്നം. കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആളുകളെ ഡീൽ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. അതിനുശേഷം സുധാകരന് സ്ഥാനമോഹമാണോ ബാക്കിയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ മനുഷ്യനെ പുറങ്കാലുകൊണ്ട് അടിച്ച് പുറത്താക്കുകയും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൽ ഒരു വലിയ തെറ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ട്. ഏത് പാർട്ടിയുടെ ആയാലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.